2025 തുടക്കത്തിൽ കണ്ട ഒരു ലോകമല്ല 2025 അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ജിയോ പൊളിറ്റിക്സ് അപ്പാടെ മാറിമറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. തുടക്കത്തിൽ ട്രംപിന്റെ കൂട്ടാളികളും തകർത്താടിയ ഒരു വർഷമായ 2025-എങ്കിൽ 2025 അവസാനം എത്തുമ്പോഴേക്കും എല്ലാം തകിടം മറിയുന്നു എന്ന് മാത്രമല്ല, യൂറോപ്പ് ഒരു യുദ്ധഭീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. റഷ്യ നാം എല്ലാം കരുതിയതുപോലെ ഒതുങ്ങിയിട്ടില്ല, ഇല്ലെങ്കിൽ അവർ തകർന്നിട്ടുമില്ല. പകരം അവർ വലിയ വലിയ സൈനിക നീക്കങ്ങളാണ് നടക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനപ്പുറത്തേക്ക് അത് നീളും എന്നൊരു വലിയ സൂചന തന്നെ നൽകുന്നു. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ചാനലിലേക്ക് റഷ്യയുടെ അന്തർവാഹിനികൾ കടന്നു കയറിയിരുന്നു. കിലോ ക്ലാസ് കാറ്റഗറിപ്പെടുന്ന അന്തർവാഹിനിയാണ്. ക്രാസ് നോദർ എന്ന് പറയുന്ന അന്തർവാഹിനിയും അതിനെ അകമ്പടി സേവിച്ചിരുന്ന അൽത്തായ് എന്ന് പറയുന്ന ആ ബോട്ടുകളും ആണ് ഇപ്പോൾ ഈ ടഗ് ബോട്ടുകളാണ്. ആ ബോട്ടുകളുമൊക്കെ ഇപ്പോൾ ബ്രിട്ടീഷ് നാവികസേന തുരത്തി ഓടിച്ചു എങ്കിൽ പോലും അതൊരു വലിയ അപകടം അതിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് തന്നെ നാറ്റോ സെക്രട്ടറി മാർക്ക് റുട്ടെ മുന്നറിയിപ്പ് നൽകുന്നു. അദ്ദേഹം പറയുന്നത് യൂറോപ്പ് ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ വക്കിലാണ്. ഏത് നിമിഷവും യുദ്ധം പടികടന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് സജ്ജരായിരിക്കുക, ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള ഒരു അന്തർവാഹിനിയുടെ നീക്കം ഈ ഫ്രാൻസിന്റെ വടക്ക് പടിഞ്ഞാറൻ ദ്വീപായ ഓസ്റ്റാനിന് സമീപം കണ്ടിരുന്നു. അവിടെയും ഇതേപോലെ തന്നെ നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇവരെ തുരത്തിയെന്നാണ് പറയുന്നത്. ഇവിടെ ഈ രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ രണ്ട് അന്തർവാഹിനികളും സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെയാണ് സഞ്ചരിച്ചത്. അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെയാണ് സാധാരണ അന്തർവാഹിനികൾ സഞ്ചരിക്കുന്നത്. അത്തരത്തിൽ അന്തർവാഹിനികൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിച്ചിരുന്നു എങ്കിൽ അവയെ തടയാൻ ഞങ്ങൾ എയർ ക്രൂസിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് നാവികസേന പറയുന്നത്. അതായത് ബ്രിട്ടനും മറ്റ് നാറ്റോ രാജ്യങ്ങളും എല്ലാം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ റഷ്യ നടത്തിയ മറ്റൊരു നീക്കം ജപ്പാനും ചൈനയും തമ്മിലുള്ള ഈ ഒരു വലിയ സംഘർഷത്തിന്റെ വക്കിൽ ജപ്പാന്റെയും ചൈനയുടെയും ഒക്കെ വിവാദ ദ്വീപ്, ആ ദ്വീപിന് സമീപത്തേക്ക് ചൈനയ്ക്ക് പിന്തുണയുമായി റഷ്യ അവരുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയച്ചത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. അത് ദക്ഷിണ കൊറിയയുടെ വ്യോമപാതകളെ മറികടന്നുകൊണ്ടും ജപ്പാന്റെ വ്യോമപാതകളിൽ ഒക്കെ ഈ റഷ്യൻ യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഞ്ഞതും വലിയ വാർത്തയായി മാറിയിരുന്നു. ഒപ്പം വെനുസലൻ പ്രസിഡന്റ് മെറഡോയ്ക്ക് ഒരു പിന്തുണ വ്ളാഡിമിർ പുടിൻ നൽകുകയും ചെയ്തു. അതായത് ഇപ്പോൾ അമേരിക്ക എവിടൊക്കെ ഇടപെടുന്നുണ്ടോ, ഇല്ലെങ്കിൽ അമേരിക്ക എവിടൊക്കെയാണ് അവരുടെ സഖ്യകക്ഷികൾക്ക് പിന്തുണയുമായി എത്താറുള്ളത്, അവിടങ്ങളിലൊക്കെ റഷ്യ ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ഒരു നിർണായകമായ ഒരു കരാർ, ആ കരാർ റെലോസ് എന്ന് പറയുന്ന കരാറ് കഴിഞ്ഞ ദിവസം റഷ്യയുടെ പാർലമെന്റ് പാസാക്കി. ഈ റെലോസ് കരാർ അനുസരിച്ച് ഇന്ത്യ ആവശ്യപ്പെട്ടാൽ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ മാത്രമല്ല സൈനികരെയും അയക്കും എന്നുള്ളത് ആ കരാറിൽ വ്യക്തമായി തന്നെ പറയുന്നു. യുദ്ധവിമാനങ്ങൾ, അതുപോലെ യുദ്ധക്കപ്പലുകൾ മറ്റും തങ്ങൾ അടിയന്തര സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാൽ ഈ കരാർ പ്രകാരം അംഗരാജ്യത്തിന് ലഭിക്കും എന്നാണ് അതിൽ വ്യക്തമായി തന്നെ പറയുന്നത്. അതായത് റഷ്യ മുൻകൈ എടുത്തുകൊണ്ട് RIC എന്ന് പറയുന്ന ആ റഷ്യ, ഇന്ത്യ, ചൈന ആ സഖ്യം, ഒപ്പം തന്നെ ഏഷ്യയിലേക്ക് പിടിമുറുക്കിക്കൊണ്ടാണ് റഷ്യ ഇപ്പോൾ വലിയ നീക്കങ്ങൾ തന്നെ നടത്തുന്നത്. അതായത് ഈ മേഖലയിൽ താൻ തന്നെയാണ് രാജാവ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങൾക്ക് അടുത്തുകൂടി തൻ്റെ അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും നീക്കുക, ഒപ്പം തന്നെ ഈ ജപ്പാനെതിരെ പടനയിക്കുന്ന ചൈനയ്ക്ക് പിന്തുണയുമായി റഷ്യയുടെ പടുകുറ്റൻ പടക്കപ്പൽ അയക്കുക, അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് എല്ലാവിധ സൈനിക സഹായങ്ങളും, അതായത് പൂർണ്ണമായ ഒരു സൈനിക സഹകരണവും പ്രഖ്യാപിക്കുക മാത്രമല്ല അത് കരാറിലാക്കുക എന്ന് കൂടിയാണ് റഷ്യ ചെയ്തിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെട്ടെടുത്ത് തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനി ഇന്ത്യ ഇല്ലാതെ ഒരടി മുൻപോട്ട് പോകില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്നും പ്രധാനമന്ത്രി മോദി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും ഒക്കെ ട്രംപ് ഒരു ഇടവേളയ്ക്ക് ശേഷം പറയാനുണ്ടായ സാഹചര്യവും ഇത്തരത്തിലാണ്. കാരണം ഇത് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ ഈ പറയുന്ന ദക്ഷിണേഷ്യ അടക്കമുള്ളിടത്തേക്ക് അമേരിക്കയ്ക്ക് ചൂടുറപ്പിക്കാൻ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും പോരാതെ വരും. കാരണം ഇവിടെ ഇൻഡോ പസഫിക്കൻ മേഖലയുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ ഒരു നിർണായക ശക്തി തന്നെയാണ് ഇന്ത്യ. അത് തുറന്നു പറയാനും ട്രംപിന് യാതൊരു മടിയും ഉണ്ടായില്ല. കാരണം കോഡ് സഖ്യം രൂപീകരിച്ചത് തന്നെ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തി ആ മേഖല ഒന്ന് ശക്തിപ്പെടുത്തുക, ചൈനയുടെ മുന്നേറ്റത്തിന് തടയിടുക. ഇതിനെല്ലാം ഇനി ഇന്ത്യയെ വെറുപ്പിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിനിടയിൽ എത്രയും പെട്ടെന്ന് വ്യാപാര കരാർ ഒപ്പിടിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇന്ത്യക്ക് ഒന്നിനുമൊരു തിടുക്കമില്ല. വളരെ നിശബ്ദമായി തന്നെ ഇന്ത്യയുടെ കരുക്കൾ നിൽക്കുന്നു. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിലവിലുള്ള രാജ്യങ്ങളെ സുഹൃത്തുക്കളായി തന്നെ പുതിയ മേഖലകളിലേക്ക് കടന്നു കയറിക്കൊണ്ടും ഇന്ത്യ അവരുടെ ഏരിയകൾ വലുതാക്കുകയാണ്. ഇവിടേക്ക് റഷ്യ
എല്ലാവിധ പ്രൊട്ടക്ഷനും ഏറ്റെടുത്തുകൊണ്ട് ചൈനയുടെയും വെനിസുലയുടെയും ഒക്കെ സംരക്ഷകനായി മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയും. ഇവിടെയാണ് ജിയോ പൊളിറ്റിക്സ് ആകെ മാറി മറിയുന്നത്. ഏതായാലും 2026 എത്തുമ്പോഴേക്കും കാര്യങ്ങൾ എങ്ങനെ മാറി മറിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.